ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LMS ചർച്ചിലോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്തെ LMS ചർച്ച്. സോ അവിടുത്തെ കുറേ പരിപാടികൾ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത് കേട്ടു ക്രിസ്മസിൻ്റെ. സോ എന്തായാലും അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. എവിടെ പോണം? സോ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ കുറേ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, സീരിയൽ ബൾബ് തൂക്കിയിട്ടിട്ടുണ്ട്. സോ എന്തായാലും പുറത്ത് അടിപൊളിയാണ് കാണാനായിട്ട്, അകത്ത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. സോ എന്തായാലും അകത്ത് കയറിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, നല്ല തിരക്കുണ്ട് ഗൈസ്, റോഡൊക്കെ വിഷയം തിരക്ക്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അകത്തോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് അകത്തും വിഷയം വ്യൂ ആണ് ഗൈസ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ല, അകത്തും അടിപൊളിയാണ്. അതേപോലെ തന്നെ നമ്മൾ അകത്താണെങ്കിൽ കുറേ കാണാനുണ്ട് ഗൈസ്. കാണണമെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം ഗൈസ്. അതെങ്ങനെയുണ്ട്? കൊള്ളാമോ? കളർഫുൾ ആണല്ലേ? അതെ. സോ എന്തായാലും നമ്മൾ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഗൈസ്. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 100 രൂപയാണ് ഗൈസ്. അപ്പം 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ എന്തായാലും അകത്ത് നീ കയറി നോക്കാം ഗൈസ്, എന്തൊക്കെ ഉണ്ടെന്ന് അകത്ത് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു കവാടത്തിൻ്റെ അകത്താണ് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. സോ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ അറിയാം, കുറേ പേരൊന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അകത്ത്, നമുക്കും അറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഒച്ചയൊക്കെ ഉണ്ട് ഗൈസ്, കുറേ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ 2 പേര് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. ടിക്കറ്റ് കൊടുക്കണം ഗൈസ്, ടിക്കറ്റ് കൊടുത്താൽ മാത്രമേ അവരകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഒരാളെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു കീറക്കും ഗൈസ്, കീറിയിട്ട് കയ്യിലങ്ങ് തരും. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് മടക്കി പോക്കറ്റിൽ വയ്ക്കുക, എന്നിട്ട് അകത്തോട്ട് പോവുക. അകത്തോട്ട് പോകുമ്പോൾ ഒരു കിഡിലിന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ഒരു ഫ്രെയിമാണ് ഗൈസ്. സൈഡിൽ റൗണ്ട് ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ ആ ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിച്ചു അവിടെ. സോ എന്നിട്ട് നമ്മളത് അകത്തോട്ട് പോവുകയാണ്. എന്താണെന്ന് അറിയില്ല അകത്ത്. ഓക്കെ, സോ എന്തായാലും അകത്തും നേരെ സ്ട്രൈറ്റ് നോക്കുമ്പോൾ ഒരു മരം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് ശരിക്കാനുണ്ടാവും. ക്രിസ്മസ് ട്രീ ആണ് ഗൈസ്, ഏറ്റവും പൊക്കമുള്ള ക്രിസ്മസ് ട്രീ എന്നാണ് പറയുന്നത്. സോ എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഫ്രെയിം ഗൈസ്, ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാം. സോ തൊട്ടപ്പുറത്തൊരു ചെറിയ പുൽക്കോട് ഉണ്ട്. ഇവിടെ പുൽക്കോട് ഒരു കിഡിലായിട്ട് തന്നെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അതേപോലെ തന്നെ നമ്മൾ അടുത്തിവിടെ കാരുണ്യ സ്റ്റോൾ, എന്തൊക്കെ സ്റ്റോളൊക്കെ ഉണ്ട്. ഓക്കെ, സോ എന്തായാലും നമ്മളതൊന്നും നോക്കിയില്ല ഗൈസ്, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഇറങ്ങേണ്ടതാണ്. സോ അതേപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പേനെ കാണാനായിട്ട് പറ്റും. സോ എന്തായാലും അത് അപ്പുറത്തൂടെ കറങ്ങി വരുമ്പോൾ കാണാം. ഓക്കെ, സോ ഇവിടെ നിന്ന് കാണേണ്ട ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. അതെ ക്രിസ്മസ് അപ്പൂപ്പ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തായിട്ട് അപ്പുറത്തൂടെ പോവുകയാണ്. ഓക്കെ, സോ എന്തായാലും കുറേ സീരിയൽ ബൾബും കാര്യങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ക്രിസ്മസ് ട്രീ. ഒരു നല്ല പൊക്കമുള്ള ട്രീ, അടിപൊളി, കാണാൻ അടിപൊളിയാണ്. എന്തായാലും വേറെ ഒന്നും നോക്കാനില്ല ഗൈസ് അവിടെ, അതുകൊണ്ട് നമ്മൾ സ്പീഡ് അടിച്ചു വിടുകയാണ്. സോ നമ്മളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടിൻ്റെ വഴികളിൽ കൂടി. സോ ഗൈസ്, നമ്മളിതാ നടന്നു പോകുമ്പോൾ നമുക്ക് അകത്ത് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം സൈഡിൽ കുറേ അധികം എന്തൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. സോ നമ്മളത് നോക്കിയില്ല. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറയുമ്പോൾ ചെറിയൊരു എന്തോ ഒരു വഴിയും കൊള്ളാം, എന്താണെന്ന് അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. സോ എന്തായാലും അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ആ അസ്ഥിക്കൂടത്തിന്റെ അകത്തോട്ട് പോവുകയാണ്. അവിടെ പോയാൽ നമുക്ക് മനുഷ്യന്റെ അസ്ഥിക്കൂടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ,
തലയുടെ ഒരു ഭാഗം തല അല്ല, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. തലയിടാക്കാം. ഇത് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ അല്ലേ? അതെ. തലയൊട്ടി എന്തൊക്കെയുണ്ട്. എന്ത് എന്താ ഹൃദയം എന്തോ ഹൃദയമൊന്നുമല്ല, തലവഴി തുടങ്ങണല്ലേ ഉള്ളൂ. ആണോ? ഇത് ഹാർട്ട് ഞാൻ പറഞ്ഞില്ല. ആണ്. ഹാർട്ട്. ഓ, ഹാർട്ടായിരുന്നു. തുറന്നു കഴിഞ്ഞാൽ അകത്ത് 4 ചേമ്പേഴ്സ് കാണാൻ പറ്റും. ഓക്കെ. ബ്രെയിൻ. ബ്രെയിൻ. ഹാർട്ടിലാന്ന് പറഞ്ഞാൽ ചെവി ഇത് കരളായിരിക്കും. ലിവർ. ലിവർ ഇത്രയും ലിവറാണ്. ഈ സാധനം കണ്ടോ? ഇതാണ് കിഡ്നി. ഒരു കിഡ്നിയാണ്. സൈഡിൽ കിഡ്നി. കാണില്ല. തൈസാണ് തുടങ്ങി ഈ ഹിപ്പ് ജോയിന്റ് കാണിച്ച്. അത് ഒറിജിനൽ ബോഡി തന്നെ ഇവിടെ ചോദിച്ചത്. ഇത് ലെങ്സിൻ്റെ ബാക്ക് വശം കാണുന്നത്. ഫ്രണ്ട് സൈഡ് എൻ്റെ അടിയിലായി. ലെങ്സിൻ്റെ ബാക്ക് സൈഡ്. ഇത് ഒറിജിനൽ ബോഡി തന്നെ കാല്. അപ്പുറത്തിൻ്റെ ആനിക്കോസ് എന്നായി കേട്ടിട്ടില്ല. അത് പഴക്കം നമുക്ക് പറയാൻ പറ്റില്ല. വരച്ച് കഴിഞ്ഞിട്ട് ഫോർമാലി കിട്ടി എല്ലാം റിസർവായിട്ട് വരും. എല്ലാ ഓർഗൻസുകളും റിസർവ്. ഇരുന്നപ്പോഴാണ് നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടത്. സോ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റാണ് കേസ്. അത് സെൻസ് ചെയ്തിട്ട് സംഭവം ഓഫ് ആവും. ഓക്കെ, ലൈറ്റൊക്കെ രാവിലെ ആകുമ്പോൾ ഓഫ് ആവും, രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. സോ അടുത്തത് നമുക്ക് പവർ സ്റ്റേഷനാണ്. എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് കാറുകളല്ലേ, സോ എന്തായാലും അതിൻ്റെ ഒരു ചാർജിങ് സിസ്റ്റമാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളൂ. ഓക്കെ,
സോ എന്തായാലും കൊള്ളാം ഗൈസ്. വയറൊന്നും വേണ്ട, വയർലെസ് ആണ്. ഓക്കെ, അല്ലാതെ തന്നെ ചാർജ് ചെയ്തോളൂ. അതൊക്കെ എന്തായാലും അടിപൊളി ഒരു സിസ്റ്റം തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ കുറേ ഒരു റോബോട്ട് പോലത്തെ എന്തൊക്കെ സാധനങ്ങൾ കണ്ടു ഗൈസ്. ചെക്കന്മാരെന്തായാലും വിഷയമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഈ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ്. സോ വലിയ രസമൊന്നും തോന്നിയില്ല. അകത്ത് ഒരു 200 ഒരാൾക്ക് 100 രൂപ വെച്ചാണ്. 100 രൂപ വർത്തൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ നിങ്ങൾക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ 100 രൂപ വെർത്താവും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൊച്ചുകുട്ടികളുടെ ഗാനമേള, പാട്ട് മത്സരം, ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ സമയമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വെർത്താണ് 100 രൂപ. സോ എന്തായാലും ഇല്ലാന്നുണ്ടെങ്കിൽ കാണാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല ഗൈസ്. അതുകൊണ്ടാണ് പറഞ്ഞത് 100 രൂപ ഒരാൾക്ക് കൂടുതലാണ്. സോ എന്തായാലും ആ ഗാനമേള അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവരെത്ര റേറ്റ് ഇട്ടത്. സോ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. സോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ അവിടെ LMS ചർച്ച് ട്രിവാൻഡ്രം
പാളയത്തിൻ്റെ അടുത്ത്. സോ ഇതാണ് എക്സ്പ്ലോർ നമ്മൾ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.